ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റ് ആന്ധ്രാതീരം തൊടുകയാണ്. ആന്ധ്രാപ്രദേശത്തും ഒഡീഷയിലും കനത്ത ജാഗ്രതയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ രേണുക ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. രേണുക, 117 കിലോമീറ്റർ വേഗതയിലാണ് തീരം തൊടുക. വലിയ ജാഗ്രതയാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? വലിയ മഴ ആന്ധ്രാതീരത്ത് ഉള്ളതായിട്ടാണ് വിവരം. തീർച്ചയായിട്ടും അജിംഷാദ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ 5 മണിയുടെ ബുള്ളറ്റിൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ആന്ധ്രാപ്രദേശിലെ മച്ചിലപട്ടണം തീരത്തോട് 50 കിലോമീറ്റർ അടുത്തേക്ക് മോൻത ചുഴലിക്കാറ്റായി എത്തിച്ചേരുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ഏറ്റവും തീവ്രമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദം ഇപ്പോൾ അതിൻ്റെ ലാൻഡ് ഫാളിങ് തീരം തൊട്ടു തുടങ്ങുന്നു. 50 കിലോമീറ്ററോളം അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ആന്ധ്രയുടെ തീരപ്രദേശങ്ങൾ, മച്ചിലപട്ടണം അടക്കമുള്ള തീരപ്രദേശങ്ങളിൽ കനത്ത കാറ്റും മഴയും കടൽക്ഷോഭവും ഉണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏകദേശം തീരം തൊടുമ്പോൾ 90 മുതൽ 115 കിലോമീറ്റർ വേഗതയിൽ അടിക്കുന്ന ചുഴലിക്കാറ്റാവും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ചുഴലിക്കാറ്റ് തീരം തൊട്ട് കഴിഞ്ഞാൽ 3 മണിക്കൂറോളം അത് ആന്ധ്രാ തീരത്ത് തന്നെ നിലനിൽക്കുമെന്നും പിന്നീട് അത് തീവ്രത കുറഞ്ഞ ന്യൂനമർദ്ദമായി ഒഡീഷ തീരം തൊടും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കനത്ത ജാഗ്രതയാണ് ഒഡീഷയും ആന്ധ്രാപ്രദേശിലും ഉള്ളത്. ഏകദേശം 800-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. 20ഓളം വരുന്ന ദുരന്ത നിവാരണ സേനയുടെ യൂണിറ്റുകൾ ഒഡീഷ തീരങ്ങളിലും ഒഡീഷ സംസ്ഥാനത്തുമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അമരാവതിയിലെ തലസ്ഥാനത്ത് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്നുകൊണ്ട് ആന്ധ്രയുടെയും ഒഡീഷയുടെയും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിടുന്നത്. ഏതായാലും ഏറ്റവും ഗൗരവമായി, ഏറ്റവും തീവ്രതയാർന്ന്, ഒരുപക്ഷെ ഈ വർഷം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ഏറ്റവും തീവ്രതയേറിയിട്ടുള്ള ഒരു ന്യൂനമർദ്ദമാണ് ചുഴലിക്കാറ്റായി രൂപം പ്രാപിച്ചുകൊണ്ട് ആന്ധ്രാ തീരത്തേക്ക് കടക്കുന്നത്. ആന്ധ്രയിലെ ജനങ്ങളോട് ആന്ധ്രയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതികരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രേണുകയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ, മോൻത ചുഴലിക്കാറ്റിന്റെ വിവരങ്ങൾ ഏറ്റവും പുതിയത് നൽകിയത്.